ബർഗർ ബൺ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഈ ബണ്ണ് വീട്ടിൽ ഓവൻ ഇല്ലാതെയും ഓവൻ യൂസ് ചെയ്തും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചെറു ചൂടുള്ള 170 ml പാല് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 1/2 കപ്പും 3 ടേബിൾ സ്പൂണുമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും പിന്നെ ഒരു 1/8 ടീസ്പൂണും കൂടെ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈസ്റ്റ് യൂസ് ചെയ്യുമ്പം അധികം പഴക്കമില്ലാത്ത യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. ഒരു 1/4 ഭാഗത്തോളം ഈസ്റ്റ് ഈ പാലിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ടയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ടയ്ക്ക് പകരം പാല് ചേർത്ത് കൊടുത്താലും മതി. മുട്ട ചേർക്കുവാണെങ്കിൽ ഈ ബണ്ണിന് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് കപ്പ് അളവിൽ പൊടി എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് അളന്നെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടി ഒന്ന് അരിച്ചെടുക്കാം. പാക്കറ്റിലിരിക്കുന്ന മൈദ ഒന്ന് നന്നായിട്ടൊന്ന് അമങ്ങി അരിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ പൊടിയൊന്ന് ലൂസാവും. അതിനുശേഷം ഞാൻ പറയുന്ന കറക്റ്റ് കപ്പളവിൽ അളന്നെടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കറക്റ്റ് തൂക്കത്തിന് തുല്യമായ പൊടി അളന്നെടുക്കാം. ഇതേപോലെ കപ്പിൻ്റെ മുകൾ ഭാഗം കറക്റ്റായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം വേണം പൊടി അളന്നെടുക്കാൻ. 350 ഗ്രാം പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഇതേപോലെ അളന്നെടുത്ത 2.25 കപ്പും 2.25 ടേബിൾ സ്പൂണും പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലേക്ക് ഈ പൊടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് പൊടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാവിപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് അല്പം നനവോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഒട്ടലും ഉണ്ടാവും. ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതിലേക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കുഴച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ വേണം യൂസ് ചെയ്യാൻ. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ബട്ടറും മാവും കൂടെ ചേർത്തെടുക്കുമ്പോൾ ഈ മാവ് ഒന്ന് തെന്നിപ്പോകുന്ന പോലെയെല്ലാം ഫീൽ ചെയ്യും. ബട്ടറും മാവും കൂടെ ഒന്ന് മിക്സ് ആകാത്ത പോലെയല്ല. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. അതൊരു കുറച്ച് ഒന്ന് നെഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നോളും. ഇതേപോലെ അല്പം ഒട്ടലോട് കൂടി തന്നെ വേണം നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. മാവ് നനഞ്ഞിരിക്കാതെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ അല്പം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ അല്പം നനഞ്ഞിരിക്കുന്ന വെള്ളം കൂടിയ മാവ് കൊണ്ട് തയ്യാറാക്കുമ്പോഴാണ് ബ്രെഡും ബണ്ണും എല്ലാം നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് നെഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒട്ടലൊക്കെ മെല്ലെ മെല്ലെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒട്ടലൊക്കെ നന്നായിട്ട് മാറി ഇതൊരു നല്ല സോഫ്റ്റ് ബോളായിട്ട് ഉരുണ്ട് വരും. അത്രയും നേരം വരെ നമ്മൾ നന്നായിട്ടൊന്ന് നെഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലും ഇത് അവസാനം ചപ്പാത്തി മാവിനേക്കാളും ഒരു അല്പം കൂടിയൊക്കെ നനവ് കൂടി തന്നെയായിരിക്കും ഇരിക്കുക. അങ്ങനെയാണ് ഇത് വേണ്ടതും. ഇതിപ്പം ഞാനിങ്ങനെ നെഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് കാണാം ഒട്ടലൊക്കെ കുറഞ്ഞ് നല്ല സോഫ്റ്റ് ബോളായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആയി വരുന്നിടം വരെ വേണം നമ്മൾ നെഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഈ മാവ് ഒന്ന് ഇറക്കി വെക്കാം. അതേപോലെ മാവിൻ്റെ എല്ലാ വശത്തും എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് നമുക്ക് ചൂടുള്ള ഒരു ഭാഗത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവ് ഡബിൾ സൈസ് ആകുന്നിടം വരെ വേണം വെക്കാൻ. ഏകദേശം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ എടുക്കാം. തണുപ്പുള്ള സ്ഥലങ്ങളിലാകുമ്പത്തിനും കുറച്ച് കൂടുതൽ സമയമെടുക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ഒരു 50 ഡിഗ്രിയിൽ 10 മിനിറ്റോളം ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടിക്കോളും. ഇതിപ്പോൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കളയാം.
ഇനി ഈ മാവ് ക്ലീനായ ഒരു പ്രതലത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ മാവ് എല്ലാ സൈഡിൽ നിന്നും നടുവിലേക്കൊന്ന് പ്രസ് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റൗണ്ട് ഷേപ്പിലായി കിട്ടിക്കോളും. ഇനി ഇത് കൈ കൊണ്ട് തന്നെ നടുഭാഗത്ത് നിന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ മാവ് കൊണ്ട് 8 വലിയ ബൺ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഇത് ഈക്വലായിട്ട് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഇത് എങ്ങനെയാണൊന്ന് ഉരുട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ വശത്തു നിന്നും മാവ് നടുവിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ പല പ്രാവശ്യം ചെയ്തു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പായി കിട്ടിക്കോളും. സ്റ്റവിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഉരുളകൾ വെച്ച് കൊടുക്കുന്നത്. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെറിയ നനവുള്ള ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം വെച്ചോ ഇതൊന്ന് കവർ ചെയ്യാം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഡബിൾ സൈസ് ആവുന്നിടം വരെ 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. ഇനി അതുപോലെ ബാക്കി ഉരുളകൾ ഞാൻ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ബാക്കി ഉരുളകൾ എടുത്ത് വെച്ച് കൊടുക്കാം. ഇതൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അത് കവർ ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് അല്പം ഒരു എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ ആ ഉരുളകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതും ഡബിൾ സൈസ് ആകാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ എഗ് വാഷ് ഈ മാവിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ സെറ്റും ഒന്ന് ചെയ്തെടുക്കാം. അതേപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് എഗ് വാഷ് കൊടുത്തിട്ട് ഇത് ഒലിച്ച് താഴേക്ക് ഇറങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അത് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് ബേക്ക് ചെയ്യേണ്ട ബണ്ണ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രത്തിൽ ഞാൻ സ്റ്റീലിൻ്റെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബേക്ക് ചെയ്യുന്ന ബണ്ണിൻ്റെ പാത്രം ഇറക്കി വെക്കുന്നത്. പാത്രം ഇറക്കി വെച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഓരോ ബർണറിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. തീ ഒരുപാട് കൂടുതലാണെങ്കിൽ ഈ ബണ്ണിൻ്റെ അടിഭാഗം കരിയാൻ ചാൻസ് ഉണ്ട്. 10 തൊട്ട് 12 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇതിപ്പം ഒരു 11 മിനിറ്റിന് ശേഷം ബണ്ണ് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറുന്നത് വരെ ഒരു ഉണങ്ങിയ ടവൽ കൊണ്ടൊന്ന് മൂടി വയ്ക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓവനിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫാൻ ഹീറ്റഡ് ഓവനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബണ്ണ് ഇതിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിലും 10 തൊട്ട് 12 മിനിറ്റ് വരെ സമയമാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. ബണ്ണ് ഇവിടെ ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ ഓഫ് ചെയ്ത് ബണ്ണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ തയ്യാറാക്കിയതാണ്, ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്ത ബണ്ണ്. ഇത് കണ്ടാൽ അറിയാം എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്ത ബണ്ണ് ഇരിക്കുന്നതെന്ന്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത ബണ്ണാണ്. ഓവനിൽ ബേക്ക് ചെയ്തതും സ്റ്റവ് ടോപ്പിൽ ബേക്ക് ചെയ്തതും തമ്മിൽ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടും നല്ല സോഫ്റ്റാണ്, ഫ്ലഫിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ബണ്ണായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി ബർഗർ ബൺ വാങ്ങിക്കാൻ കടയിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.